ഹരി, ഈ കുറിപ്പ് മോന്റെയിൽ കിട്ടുമ്പോൾ അച്ഛൻ ഒരുപാട് ദൂരത്തായിരിക്കും. എന്നാലും ഇത് വായിക്കുമ്പോൾ മോന്റെ മുഖത്തെ സന്തോഷം ഈ കണ്ണെത്താത്ത ദൂരത്തിരുന്നും അച്ഛന് കാണാൻ പറ്റുന്നുണ്ട്. പറയാതെ തീർത്ഥാടനത്തിന് ഇറങ്ങിയതില് മോനെന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. ആ ഒരു സാഹചര്യത്തില് അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അവിടുന്ന് മാറി നിന്നാലേ കാലങ്ങളായി തുടരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ കല്യാണം നടക്കാൻ രണ്ടുപേരോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്. ധർമ്മം വിജയിക്കാൻ വേണ്ടി അങ്ങനെ ആവാമെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്റെ മക്കളും രാജന്റെ മക്കളും ഭാവിയിൽ ഒന്നിച്ച് ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ ജീവിക്കുമെന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടമായി കഴിഞ്ഞു. അതോടെ കേസിൽ ജയിക്കാൻ എനിക്ക് മാത്രം അറിയുന്നൊരു തെളിവ് ഞാൻ വക്കീലിന് അയച്ചു കൊടുത്തു. അതാണ് ഇപ്പോ നിന്റെ മുഖത്തെ സന്തോഷത്തിന് കാരണമായത്. സ്വന്തം കൂടപ്പിറപ്പിന്റെ ചതിയിൽപ്പെട്ട് വെന്ത് നിറഞ്ഞ ഈ അച്ഛന് സ്വന്തം മക്കളുടെ സന്തോഷത്തെക്കാൾ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് ഇനിയെങ്കിലും എന്റെ മോൻ മനസ്സിലാക്കണം. മോനെ ആതിരയും കുട്ടി വേറെ വീട്ടിലേക്ക് മാറി താമസിക്കാതെ നമുക്ക് കോടതി വിധിച്ച നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് അച്ഛമ്മയും ജയനും അനുവും അനക്കിയും ഒത്തു മാറണം. തനിച്ച് മാറി താമസിക്കാൻ എളുപ്പാ, പക്ഷേ കൂട്ടുകുടുംബമായി ജീവിച്ച ഒന്ന് താങ്ങി നിർത്താൻ ഒരുപാട് കൈകളുണ്ടെന്ന് ഹരി ഓർക്കണം. പരസ്പരം വിട്ടുവീഴ്ചകളും സ്നേഹവും ആദരവും കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വീടും സ്വർഗമാവും. അച്ഛൻ ഒരിക്കലും മോനെ ചതിച്ചിട്ടില്ല, വഞ്ചിക്കാനും ശ്രമിച്ചിട്ടില്ല, ഒളിച്ചോടിയിട്ടുമില്ല. മോന്റെ ദേഷ്യവും വാശിയും നിരാശകളും നൊമ്പരങ്ങളും ആശങ്കകളും എല്ലാം അച്ഛൻ ഈ ദൂരത്തിരുന്ന് സ്വയം അനുഭവിച്ചറിയുന്നുണ്ട്. മോൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അച്ഛനരികിലുണ്ട്. അച്ഛന്റെ സാന്നിധ്യം അറിയാൻ മോൻ ശ്രമിച്ചിട്ടില്ല. നോക്ക്, ഇപ്പൊ മോന്റെ കണ്ണുകൾ നിറഞ്ഞ് ഈ അക്ഷരങ്ങൾ മങ്ങുന്നത് അച്ഛന് കാണാം. കുറ്റബോധം അല്ല മോനെ ഒരുവനെ നന്മയുള്ളവനാക്കുന്നത്, അതിന് പ്രായശ്ചിത്താണ് ചെയ്യേണ്ടത്. അതിനുള്ള അവസരം ഇപ്പൊ മോൻ നഷ്ടപ്പെടുത്തിയ പിന്നെ ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കഴിയണം. ഒരിക്കലും അച്ഛൻ തിരിച്ചു വരും. അന്ന് എന്റെ മക്കൾ ഒരുമയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റണം. ആ സന്തോഷത്തിൽ പങ്കുകൊണ്ട് എനിക്കും ജീവിക്കാൻ പറ്റണം. അച്ഛൻ ചെയ്തതൊക്കെ മോന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ട അച്ഛന്റെ വാക്കുകൾ എന്റെ മോൻ കേൾക്കണം. ഗംഗ ആരതി തുടങ്ങാറായി. അച്ഛൻ അവിടേക്ക് ചെല്ലട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.